കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന ബി.ജെ.പി. അധ്യക്ഷൻ അമിത് ഷാ. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അമിത് ഷാ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന ബി.ജെ.പി. അധ്യക്ഷൻ അമിത് ഷാ. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അമിത് ഷാ പറഞ്ഞു. കുറച്ചു സീറ്റുകൾ ഇത്തവണ കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിക്കുമെന്നും താമര വിരിയുമെന്നുമാണ് അമിത് ഷാ പറയുന്നത്. ഗാന്ധിനഗറിൽ റോഡ് ഷോക്കിടെയാണ് അമിത് ഷായുടെ പ്രതികരണം. മികച്ച മത്സരമാണ് ബി.ജെ.പി. കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി. വെച്ചു പുലർത്തുന്നത്. കുറച്ചു സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കും. തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാക്കും അമിത് ഷാ പറഞ്ഞു. റോഡ് ഷോയ്ക്ക് ശേഷം ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തന്റെ നാമനിർദ്ദേശ പത്രികയും ഷാ സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച റോഡ് ഷോ ബി.ജെ.പിയുടെ ശക്തി പ്രകടനം കൂടിയായി മാറി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ എൻ.ഡി.എയുടെ കരുത്തുകാട്ടി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നേതാക്കൾക്കൊപ്പം ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോ ആയാണ് അമിത് ഷാ ഗാന്ധിനഗറിൽ പത്രിക നൽകാനെത്തിയത്. എന്നാൽ ബി.ജെ.പി. സ്ഥാപക നേതാവും സിറ്റിംഗ് എം.പിയുമായ എൽ.കെ. അദ്വാനിയുടെ അസാധ്യം ശ്രദ്ധേയമായി. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ ബി.ജെ.പി. നേതാക്കൾ, ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ, ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ, എൽ.ജെ.പി. സ്ഥാപകൻ രാംവിലാസ് പാസ്വാൻ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അമിത് ഷാ എത്തിയത്. നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് സമ്പന്നമായിരുന്നു ബി.ജെ.പി. അധ്യക്ഷൻ അമിത് ഷായുടെ പത്രികാ സമർപ്പണം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു അമിത് ഷാ പൊതുയോഗവേദിയിലേക്ക് എത്തിയത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ എൻ.ഡി.എ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത് ഷാ പറഞ്ഞു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷയാണ് കോൺഗ്രസുകാർ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷം നേതാക്കൾക്കൊപ്പമെത്തി അമിത് ഷാ പത്രിക സമർപ്പിച്ചു. അതേസമയം ബി.ജെ.പി. സ്ഥാപക നേതാവ് എൽ.കെ. അദ്വാനി പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നില്ല. 1998 മുതൽ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പാർലമെന്റിൽ എത്തിയിരുന്നത് അമിത് ഷാ ആയിരുന്നു. നേരത്തെ സീറ്റ് നിഷേധിച്ച കാര്യം മുതിർന്ന നേതാക്കൾ അറിയിക്കാത്തതിൽ അദ്വാനിക്ക് അതൃപ്തിയുണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയും എൽ.കെ. അദ്വാനിയും മത്സരിച്ച സീറ്റിൽ നിന്നും മത്സരിക്കുന്നതിൽ താൻ അനുഗ്രഹീതനാണെന്നും ഷാ പറഞ്ഞു. ഗാന്ധിനഗറിൽ റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പത്രിക നൽകിയത്. അഹമ്മദാബാദിലെ നാരായൺപുര മേഖലയിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയ്ക്ക് സമീപത്തുനിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഗട്ട്ലോദിയയിലെ പാട്ടീദാർ ചൌക്കിൽ റോഡ് ഷോ അവസാനിക്കുമെന്ന് ഗുജറാത്ത് ബി.ജെ.പി. പ്രസിഡന്റ് ജിതു വക്കാനി പറഞ്ഞിരുന്നു. രാജ്യസഭാ എം.പിയായ അമിത് ഷാ ആദ്യമായാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനി 6 തവണ വിജയിച്ച സീറ്റിലാണ് അമിത് ഷാ മത്സരിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനത്തിൽ അദ്വാനി അസ്വസ്ഥനാണ്. അതിനാൽ തന്നെ അമിത് ഷായുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊന്നും അദ്വാനി പങ്കെടുക്കില്ല.